പാലക്കാട്ടെ വിഭാഗീയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ RSS തന്നെ നേരിട്ടിറങ്ങി ഇടപെടുന്നുവെങ്കിലും അത് പരിഹരിക്കാൻ കഴിഞ്ഞില്ല. ഒരുപക്ഷേ കേരളത്തിലെ BJPക്കകത്ത് ഏറ്റവും വലിയ വിഭാഗീയത നുര പൊന്തുന്ന ജില്ലകളിലൊന്നുകൂടിയാണ് പാലക്കാട് എന്നറിയാം. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് അത് വലിയ വിഭാഗീയത സൃഷ്ടിക്കുന്നത്, വലിയ ഒച്ചപ്പാടുണ്ടാക്കുന്നത് കണ്ടതാണ്. അതിനുശേഷം ഇപ്പോൾ ജില്ലാ പ്രസിഡന്റിനെ തീരുമാനിക്കാനുള്ള സംസ്ഥാന നേതൃത്വത്തിന്റെ K. സുരേന്ദ്രന്റെ തീരുമാനത്തെയും വലിയ പ്രതിഷേധം അവിടെ ഉയർന്നു വരികയും ചെയ്തിരിക്കുന്നു. സാജിദ് അജ്മൽ കൂടി ചേരുന്നു. സാജിദ്, തന്റെ തീരുമാനം നടപ്പിലാക്കാൻ സുരേന്ദ്രൻ പാറ്റുന്ന സമ്മർദ്ദതന്ത്രങ്ങൾ എന്തൊക്കെയാണ്? നിഷാദ്, പാലക്കാട്ടെ ഇപ്പോഴത്തെ ഈ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് പ്രശാന്ത് ശിവൻ ഈ സുരേന്ദ്രന് ഒപ്പം നിൽക്കുന്ന ആളാണ്. അതായത് കൃത്യമായി പറഞ്ഞാൽ C. കൃഷ്ണകുമാറിന്റെ ഏറ്റവും അടുത്ത അനുയായിയാണ്. അതുകൊണ്ടാണ് നേരത്തെ അദ്ദേഹത്തെ ഈ പെട്ടി താങ്ങി തുടങ്ങിയ പ്രയോഗം സന്ദീപ് വാര്യർ പറയുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ മറുവിഭാഗം പ്രതീക്ഷിച്ചിരുന്നത് ഇത്തവണയെങ്കിലും തങ്ങൾക്ക് സ്മിതേഷിനെ പോലുള്ള ആളുകളെ ജില്ലാ അധ്യക്ഷനായി വരും എന്നുള്ളതായിരുന്നു. പക്ഷേ അതിന് വിപരീതമായുള്ള കാര്യങ്ങളാണ് നടന്നത്. ഈ പ്രശാന്ത് ശിവനെ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് എടുത്തത്. ഇന്ന് രാവിലെയും ഇവർ യോഗം ചേർന്നിരുന്നു. ഈ വിഷയത്തിൽ പാലക്കാട്ടെ BJPക്കകത്തെ വിഷയങ്ങളിൽ ഇടപെടേണ്ടതില്ല എന്നുള്ളതായിരുന്നു RSS ജില്ലാ നേതൃത്വം തീരുമാനിച്ചിരുന്നത്. പിന്നീട് ഈ സംസ്ഥാന RSSന്റെ നിർദ്ദേശപ്രകാരമാണ് RSS ജില്ലാ നേതൃത്വം ഇവരുമായി ചർച്ച നടത്തിയത്. എന്നിട്ടും ഒരു വിഭാഗം മാത്രമേ ഇതിന് പൂർണ്ണമായി വഴങ്ങിയിട്ടുള്ളൂ. നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇവർക്ക് നൽകിയ ഉറപ്പ് ഇനി പുനഃസംഘടന ജില്ലാ തലത്തിൽ പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രധാന പദവികളിലേക്ക്, ജനറൽ സെക്രട്ടറി, വൈസ് പ്രസിഡന്റ് അടക്കമുള്ള പദവികളിലേക്ക് ഈ മറുവിഭാഗത്തുള്ള ആളുകളെ പരിഗണിക്കും. ഇതുകൂടാതെ ഇനി ഒരു വർഷത്തിന് ശേഷമാണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുന്നത്. ഈ പലരും ഇതിൽ നിന്ന് തഴയപ്പെടും. അതായത് ഇപ്പോൾ ജനപ്രതിനിധികളായ കൗൺസിലർമാരായ ആളുകളെ വെട്ടാനുള്ള ഒരു നീക്കം മറുവിഭാഗം നടത്തുന്നുണ്ട്. അതിന് അനുവദിക്കില്ല. മറിച്ച് ഇപ്പോഴുള്ള ആളുകളെയും ഇവരോടൊപ്പം നിൽക്കുന്ന ഈ C. കൃഷ്ണകുമാറിനും സുരേന്ദ്രനും എതിരെ നിൽക്കുന്ന ആളുകളെ കൂടി പൂർണ്ണമായി ഉൾക്കൊള്ളും. അതിന് ഈ RSS തന്നെ അക്കാര്യം ഉറപ്പ് നൽകുന്നു എന്ന് പറഞ്ഞു. എന്നാൽ ഈ സാബു അടക്കമുള്ള ചില നേതാക്കൾ പ്രശാന്ത് ശിവനെ മാറ്റണം, അതിൽ ഈ പുനഃസംഘടനയിൽ ചില പ്രാതിനിധ്യങ്ങൾ എന്നതിനപ്പുറം ഈ പ്രശാന്ത് ശിവനെ തന്നെ മാറ്റണം എന്ന കാര്യത്തിൽ ഉറച്ച് നിൽക്കുകയാണ്. എന്നാൽ ഈ സുരേന്ദ്രൻ ഇന്നലെ ഈ വ്യക്തമായി പറഞ്ഞു, ദേശീയ നേതൃത്വം, പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തീരുമാനമാണ് ഈ ജില്ലാ പ്രസിഡന്റുമാരുടെ നിയമനം എന്നത്. അതിൽ ആർക്കും ചോദ്യം ചെയ്യാൻ അവകാശമില്ല എന്ന് പറഞ്ഞു. അത്തരത്തിൽ ഈ കർശന നിലപാടാണ് സുരേന്ദ്രനൊപ്പം നിൽക്കുന്ന ആളുകൾ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ തൽക്കാലം ഒരു സമവായത്തിലേക്ക് എന്നുള്ളതിലാണ് ഒരു വിഭാഗം നിൽക്കുന്നത്. എന്നാൽ ഒരു വിഭാഗം പ്രശാന്ത് ശിവനെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് എടുക്കുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് പാലക്കാട് പ്രതിഫലിക്കും എന്നതിൽ യാതൊരു തർക്കവുമില്ല നിഷാദ്.